സത്യം ഏതെങ്കിലും രീതിയിൽ പുറത്തു വരാതിരിക്കില്ല. അതിനുദാഹരണമാണ് ആ പുസ്തകം. വിഭജന കാലത്ത് എന്താണ് നടന്നത്? ചെറിയ കുട്ടിയായിരുന്നപ്പോൾ തന്നെ ഞാൻ ധാരാളം വായിക്കുമായിരുന്നു. എൻ്റെ അച്ഛനും അമ്മയും അധ്യാപകരായിരുന്നു. കളിപ്പാട്ടങ്ങൾക്ക് പകരം എനിക്ക് പുസ്തകങ്ങളാണ് വാങ്ങിത്തന്നത്. നമ്മളൊരു ചെറിയ കുട്ടിയിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത വിധം ആ വായന ഡെവലപ്പ് ചെയ്തു. അതായത് 1-ാം ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നതിന് മുൻപ് തന്നെ ഞാൻ ചെറിയ പുസ്തകങ്ങൾ വായിക്കുമായിരുന്നു. അതെനിക്ക് അഡിക്ഷൻ, ഇപ്പം ഞാൻ ആലോചിക്കുമ്പോൾ അത് എനിക്ക് അഡിക്ഷനായിരുന്നു ബുക്സ്. മറ്റൊന്നും കിട്ടിയില്ലെങ്കിലും, ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ പോലും പുസ്തകങ്ങളില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ലായിരുന്നു. ഏകദേശം 15 വയസ്സ് വരെ ആ ഒരു അവസ്ഥ തുടർന്നു. എൻ്റെ വീടിനടുത്തുള്ള ലൈബ്രറികൾ, സ്കൂളിലെ ലൈബ്രറി, അങ്ങനെ എല്ലാ ലൈബ്രറികളിലും ഞാൻ കയറി ഇറങ്ങി. എനിക്ക് മറ്റെങ്ങും പോകണ്ടായിരുന്നു. എനിക്ക് ഒരേ ഒരു ആവശ്യമുണ്ടായിരുന്നു, എന്നെ ലൈബ്രറി കൊണ്ടുപോകണം. ഒറ്റയ്ക്കൊന്നും വിടില്ല, എൻ്റെ കൂടെ ആരെങ്കിലും വരണം. അങ്ങനെ ആ ലൈബ്രറികളിൽ തന്നെ അവർ കൊണ്ടുപോയി. കെട്ടുകണക്കിന് പുസ്തകങ്ങളുമായി തിരിച്ച് വീട്ടിലേക്ക് വന്നു. മെമ്പർഷിപ്പ് എടുക്കുന്ന എൻ്റെ പേരിൽ മാത്രമല്ല, അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ പേരിൽ മെമ്പർഷിപ്പ് എടുക്കും, എന്ന് വെച്ചാൽ കൂടുതൽ പുസ്തകങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഈ പുസ്തകപ്പുഴു എന്നൊക്കെ പറയാവുന്ന തരത്തിൽ ഒരു കുട്ടിയായിരുന്നു ഞാൻ. 15 വയസ്സ് കഴിഞ്ഞപ്പോൾ, അതായത് 10-ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ, ഞാൻ ഉപരിപഠനത്തിനായി വീട് വിട്ടു പോവുകയും ഹോസ്റ്റൽ, അങ്ങനെ സാഹചര്യം മാറിയപ്പോൾ എൻ്റെ വായന കുറഞ്ഞു കുറഞ്ഞ് അത് തീരെ ഇല്ലാതായി. പക്ഷേ ആ 15 വയസ്സ് വരെ നടത്തിയ വായന, ചിലപ്പോൾ 10 വർഷം ഞാൻ അങ്ങനെ അത്ര സീരിയസ് ആയിട്ട് വായിച്ചിട്ടുണ്ടാവുകയുള്ളൂ. ആ വായനയാണ് എൻ്റെ എഴുത്തിൻ്റെ അടിസ്ഥാനം. അന്ന് ക്ലാസിക്കുകൾ കൈ കിട്ടുന്ന എല്ലാം ഞാൻ വായിക്കുമായിരുന്നു. ആ വായനയാണ് എൻ്റെ എഴുത്തിൻ്റെ അടിത്തറ. ഞാൻ വീണ്ടും വായന തുടങ്ങിയത് സ്പെയിനിൽ ചെന്നതിന് ശേഷമാണ്. അന്ന് സെറ്റിൽഡായി, കുട്ടികളെല്ലാം വലുതായി, എനിക്ക് ധാരാളം സമയമുണ്ടായി. ഞാൻ വായനയിലേക്ക് വീണ്ടും തിരിച്ചുപോയി. ഇപ്പോഴും ഞാൻ വായിക്കുന്നുണ്ട്. പക്ഷേ എനിക്കറിയാം, എൻ്റെ ഭാഷ, എൻ്റെ പൊളിറ്റിക്കൽ പെർസ്പെക്റ്റീവ്, ഇതെല്ലാം രൂപീകരിച്ചത് അന്ന് ഞാൻ നടത്തിയ വായനയാണ്. ഞാനിപ്പോൾ എഴുതുന്ന ഡോക്യുഫിക്ഷൻ എന്ന വിഭാഗത്തിൽപ്പെടുന്ന നോവലുകളാണ്. അത് ഇന്ത്യൻ സാഹിത്യത്തിൽ അങ്ങനെയുള്ള നോവലുകൾ കുറവാണ്. യശ്പാലിൻ്റെ നിറം പിടിപ്പിച്ച നുണകൾ എന്ന പുസ്തകമാണ് ഞാൻ ആ വിഭാഗത്തിൽ കണ്ട ഏറ്റവും ശ്രദ്ധേയമായ പുസ്തകം. അത് ഇന്ത്യൻ വിഭജനത്തെക്കുറിച്ച് എഴുതിയ പുസ്തകമാണ്. അദ്ദേഹം നേരിൽ കണ്ട കാര്യങ്ങളും അനുഭവങ്ങളും മറ്റും ചേർത്താണ് ആ പുസ്തകം എഴുതിയിരിക്കുന്നത്. വിഭജന കാലത്ത് എന്താണ് നടന്നത് എന്ന് നമ്മളെ മനസ്സിലാക്കിക്കാൻ ഏറ്റവും ഉത്തമമായ പുസ്തകമാണ്. എല്ലാ ഇന്ത്യൻസും വായിച്ചിരിക്കേണ്ട ഒരു ബുക്കാണ്. നമ്മൾ എത്ര ചരിത്രം തിരുത്തി എഴുതിയാലും, ഭരണകൂടങ്ങൾ ചരിത്രം തിരുത്തി എഴുതുന്നതിൽ വിദഗ്ധരാണ്. ആരൊക്കെ എന്തൊക്കെ ചരിത്രം തിരുത്തി എഴുതിയാലും, പാഠപുസ്തകങ്ങൾ അവർ തിരുത്തും, ഡോക്യുമെൻറ്റ്സ് തിരുത്തും, പക്ഷെ സാഹിത്യം നിലനിൽക്കും. സത്യം ഏതെങ്കിലും രീതിയിൽ പുറത്തു വരാതിരിക്കില്ല. അതിനുദാഹരണമാണ് ആ പുസ്തകം. ആ പുസ്തകം എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടോ എന്ന് പലരും ചോദിച്ചിട്ടുണ്ട്. അത് ഒരു തരത്തിൽ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അതായത് എങ്ങനെ ഒരു ഡോക്യുഫിക്ഷൻ എഴുതാം എന്ന് ഞാൻ ആദ്യമായിട്ട് മനസ്സിലാക്കിയത് ആ പുസ്തകത്തിലൂടെയാണ്.